ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 months ആയി സ്റ്റാർട്ട് ചെയ്ത കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടും ഈസി ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെറും 3 ചേരുവകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും. കൂടുതൽ ഹെൽത്തിയാണ്. വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വണ്ണം വെക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ പാൻ നമ്മൾ ഈ വെള്ളം നല്ലപോലെ ചൂടായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മളെടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബ്ലാക്ക് സീഡ്സ് റിമൂവ് ചെയ്തിട്ട് ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ബൗളിലാക്കിയിട്ട്. അപ്പോൾ നമ്മൾ പാനിലുള്ള വെള്ളം ഒരു ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഷുഗർ മധുരം ഓൾറെഡി ഉള്ള ഒരു പഴം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അഡീഷണലി ഇതിൽ മധുരം അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ചെറുതായിട്ട് ഒരുപാട് വലിപ്പമില്ലാതൊരു മീഡിയം സൈസ് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെന്തായാലും ഒരു 1 minute നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ സാധിക്കും. പോകുന്നത് 1 tablespoon നെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ 1 tablespoon നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും ഈ നെയ്യ് എത്താൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് ഫ്ലേവറബിളുമാണ്, പിന്നെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾ ഇതിൻ്റെ മധുരം ആയാലും ടേസ്റ്റ് ആയാലും എങ്ങനെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു വീക്കിലി ഒരു തവണയെങ്കിലും ഇതിങ്ങനത്തെ ഒരു നേരത്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഫുഡൊക്കെ കൊടുക്കുക. എല്ലാ ഫുഡും റിപ്പീറ്റേഷൻ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഇങ്ങനത്തെയുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. ഓൾറെഡി എല്ലാവർക്കും ഇത് അറിയാം എന്നാണെങ്കിൽ അറിയാത്തവർക്ക് ഇതെന്തായാലും ഒരു ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.